ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. കാട്ടാന ശല്യത്തിന് പ്രതിരോധം തീർത്ത് നാട്ടുകാർ. ചുങ്കത്ര പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമ്പലപ്പൊയിൽ നവദീപം കലാകായിക വേദിയും നാട്ടുകാരും പ്രദേശത്താകെ ഫെൻസിംഗ് നടത്തി പ്രതിരോധം തീർത്തു. ഇത് ആനശല്യം ഭയങ്കരമാണ്. ദിവസവും ആനശല്യം വരുന്നുണ്ട്. കൃഷി നശിപ്പിക്കുക, മനുഷ്യന്മാര് ഇറങ്ങി നടക്കാനും വയ്യാതായി, കിടന്നുറങ്ങാൻ വയ്യാതായി. ഈ ദിവസം വന്ന് നശിക്കുന്നുണ്ട്. തെങ്ങായാലും പ്ലാവായാലും മാവായാലും വാഴകളെല്ലാം നശിപ്പിച്ച് കളയാണ്. അതിൽ ആൾക്കാർ എന്തായാലും ഇതിന് നടപടി എടുക്കണം, അല്ലാതെ ശരിയാവില്ല. അല്ലാതെ ഞാൻ പറ്റൂല, അല്ലാതെ നാട്ടുകാർ അതിനെ ഇടപെട്ട് ചെയ്യേണ്ടി വരും. അതേ ഉള്ളൂ. വർഷങ്ങളായി തുടരുന്ന കാട്ടാന ശല്യത്തിനെതിരെ പലതവണ പഞ്ചായത്ത് മുതൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ജില്ലാ കളക്ടർ, MLA, വകുപ്പ് മന്ത്രി, MP, മുഖ്യമന്ത്രി തുടങ്ങിയവർക്കൊക്കെ പരാതി സമർപ്പിച്ചിരുന്നു. എങ്കിലും യാതൊരുവിധ നടപടികളും നാളിതുവരെയായി കൈക്കൊള്ളാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. നിരന്തരമായിട്ടുള്ള ഇതിങ്ങനെ നശിപ്പിച്ചു കൊടുക്കുക. അത് കണ്ടോ, അത് തെങ്ങാണ്, ഇത് അടിച്ചു പൊളിച്ച് ഈ വാഴയൊക്കെ നശിപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കൃഷികളാണ്. ഇതിപ്പോ ഒരു ദിവസമോ 2 ദിവസമല്ലോ 2 വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് കിട്ടണം. നിരന്തരമായുള്ള ആന ഭീഷണി കൃഷിക്കും സ്വത്തിനും മാത്രമല്ല ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് പോലും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ പോലും ഉള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കൃഷിയുള്ളത് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം നശിച്ചു പോവാണ്. ആന വന്നിട്ട് ഇത് മുഴുവൻ നശിപ്പിക്കും. ദിവസവും സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുകയാണ് ഞങ്ങളുടെ. സന്ധ്യയായാൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിരവധി തെങ്ങ്, കമുക്, വാഴകൾ കൂട്ടമായി എത്തി നശിപ്പിക്കപ്പെടുന്നു. നാടിന്റെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടതിനാലും ഇതിനെതിരെ മുഖം തിരിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ പ്രതികരിച്ചും നാട്ടുകാരിൽ നിന്ന് പണം സ്വരൂപിച്ചുമാണ് ഈ ഫെൻസിംഗ് തീർത്തത്. ചെയർമാൻ CV സുബ്രഹ്മണ്യൻ, വർക്കിംഗ് ചെയർമാൻ ശശിധരൻ കാവന്നാൽ, AK രാമചന്ദ്രൻ, രാജു തൊട്ടുങ്ങൽ, അനിൽ ആര്യട്ടിടത്തിൽ, KN ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചുങ്കത്ര. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.